പള്ളിയിലച്ഛന്റെ പുറമടിച്ചു പൊളിച്ച ഞെട്ടിപ്പിക്കുന്ന രംഗങ്ങൾ പുറത്തു വന്നിട്ട് 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല. പള്ളിയിലേക്ക് ഒരു കൂട്ടം ആളുകൾ വന്ന് മതപരിവർത്തനം നടത്തുന്നോടാ എന്ന് ചോദിക്കുകയും അടിക്കുകയുമായിരുന്നു. എന്നിട്ടാണ് ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് വഖഫ് ബിൽ പഠിക്കുകയാണ് എന്ന് മുനമ്പത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് സുരേഷ് ഗോപി വലിയ വായിൽ വിളിച്ചു പറഞ്ഞത്. തീർന്നില്ല. ഇവിടെ സ്വർണ്ണ കിരീടം വെക്കാൻ ഓടി നടക്കുന്ന BJP അങ്ങ് നോർത്ത് ഇന്ത്യയിൽ മാതാവിന്റെ തലയടിച്ചു പൊളിക്കുകയാണ്. യുവ നേതാവ് BJP നേതാവിനെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞു നാണം കെടുത്തി വിടുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പൊ ഒറീസയിൽ ആ പള്ളിക്കകത്ത് കയറി അച്ഛന്റെ പുറ അടിച്ച് പൊളിച്ച പോലീസുകാർ ഏത് സേനയാ? അത് ഒറീസയിലെ സർക്കാരിന്റെ സേനയാണല്ലോ. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ ക്രൈസ്തവ പുരോഹിതർ തീവ്രവാദികളാണ്, മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിക്കുന്നതാണെന്നുള്ള ധാരണ കിട്ടിയത്? ആ സേനയെ നിലനിർത്തി നിർത്തേണ്ട ഉത്തരവാദിത്വം ഒറീസ സംസ്ഥാന ഗവൺമെന്റിനല്ലേ? അല്ലേ? ഇനി അത് മാത്രമല്ല, ഈ ഡൽഹിയിൽ ഇപ്പോൾ BJP ആണല്ലോ ഭരിക്കുന്നത്. ഇവിടെ നമ്മുടെ തൃശ്ശൂരൊക്കെ ചെമ്പ് കിരീടം വെക്കാൻ വേണ്ടിയിട്ട് മാതാവിന്റെ അടുത്ത് പോയി കുമ്പിട്ട് നിൽക്കുന്ന കുറെ നേതാക്കന്മാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഡൽഹിയിലെ മാതാവിന് കിരീടം വെക്കാൻ തല പോലും ഇല്ല. അതെല്ലാം ഇവർ അടിച്ചു പൊളിക്കുക. ഡൽഹി ഭരിക്കുന്നത് ആരാ? ഡൽഹി ഭരിക്കുന്നത് BJP അല്ലേ? അതിന് മുമ്പ് ഇത് അടിച്ചു പൊളിച്ചതാരാ? വിശ്വ ഹിന്ദു പരിഷത്ത്, ബജറംഗ് ദൾ പോലെയുള്ള സംഘടനകളല്ലേ? ഈ വിശ്വ ഹിന്ദു പരിഷത്തിനും ബജറംഗ് ദളിനും BJP ആയിട്ട് ഒരു ബന്ധമില്ലേ? ഇനി ഒരു ബന്ധവുമില്ലെങ്കിൽ സോമൻ പറഞ്ഞത് എന്താ? ഞങ്ങൾക്ക് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമില്ല, ഞങ്ങൾ ഇത് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയല്ലേ? ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുക്കുന്ന സംഘടനയുടെ പേരെന്താ? ഈ രാജ്യത്തെ ഏറ്റവും നിഗൂഢമായിട്ടുള്ള സംഘടന RSS അല്ലേ? ഈ RSSന്റെ തണലല്ലേ വിശ്വ ഹിന്ദു പരിഷത്തും ബജറംഗ് ദൾ പോലെയുള്ള ഇതുപോലെയുള്ള സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത്? അപ്പൊ ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് ബാധ്യതയുണ്ട് സോമ. ഈ രാജ്യത്തെ ആളുകൾ, ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ അതിനെതിരെ അരുത് എന്ന് ഒരിക്കലെങ്കിലും സംസാരിക്കാൻ നരേന്ദ്രമോദി ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയല്ലേ, ശ്രമിച്ചിട്ടുണ്ടോ? ക്രൈസ്തവർക്കെതിരെ, മുസൽമാന്മാർക്കെതിരെ ആസൂത്രിതമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള ഈ അക്രമങ്ങൾ നിർത്തണമെന്ന് നരേന്ദ്രമോദി ഒരിക്കലെങ്കിലും പറഞ്ഞ ഒരു വാചകം, ഏതെങ്കിലും ഒരു വാർത്ത സോമന് കാണിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കയ്യിലും കുറെ മാധ്യമങ്ങളുണ്ടല്ലോ, അത്തരം മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയിലും കാണിച്ചാൽ മതി. ഇനി കഴിഞ്ഞ ദിവസമല്ലേ ഓർഗനൈസറിൽ നിരന്തര ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. ഈ ഡിസാസ്റ്റർ സെലിബ്രേഷൻ ആണ്, ക്രിസ്മസ് പോലെയുള്ള സെലിബ്രേഷൻ ഒക്കെ എന്ന് നിരന്തരം എഴുതിയിട്ടുള്ള ആളുകളാണ്. കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയുടെ സ്വത്ത് പരിശോധന വരെ ഓർഗനൈസർ നടത്തുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പേ ഈ ഗ്രഹാം സ്റ്റെയിൻസ് എങ്ങനെ കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ ഫാദർ സ്റ്റാൻസാമി ആരാ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്, എങ്ങനെയാ അദ്ദേഹത്തിന് കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ട് ജയിലിനകത്ത് മരണപ്പെട്ട സ്റ്റാൻസാമി ആരാ? ക്രൈസ്തവനായിരുന്നല്ലോ. അപ്പോൾ ഈ ഒറീസയിലെ കാണ്ടമാലിലായിക്കോട്ടെ, അല്ലെങ്കിൽ മണിപ്പൂരിലെ 10,000-കണക്കിന് മനുഷ്യർ ഭവനരഹിതരാക്കപ്പെട്ടത്, 300-ലധികം ആളുകൾ മരണപ്പെട്ടത്, 300-ലധികം പള്ളികൾ ആക്രമിക്കപ്പെട്ടത്, സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടത്, ആതുരാലയങ്ങളും സ്കൂളുകളും ആക്രമിക്കപ്പെട്ടത്, ഇതിനൊന്നും ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിനും മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനും ബാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ജാർഖണ്ഡ് ആയിക്കൊള്ളട്ടെ, അതുപോലെ ഉത്തര കന്നഡ ആയിക്കൊള്ളട്ടെ, UP ആയിക്കൊള്ളട്ടെ, മധ്യപ്രദേശ് ആയിക്കൊള്ളട്ടെ. ഇപ്പൊ മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്ത സംഘടനയാണ് ഈ അക്രമം നടത്തിയതെങ്കിൽ എന്തുകൊണ്ടാണ് അന്നേ ദിവസം തന്നെ FIR ഇടാതിരുന്നത്? നീതിപൂർവകമായിട്ടുള്ള ഒരു പോലീസ് നടപടി ഉണ്ടാകാതിരുന്നത്? നിങ്ങൾക്കൊരു ബന്ധവുമില്ല. BJPയുടെ ഒത്താശയില്ലാത്ത, RSSന്റെ തണലില്ലാത്ത ഒരു സംഘടനയാണ് ജബൽപൂരിലെ ആ അച്ഛന്മാരെയും അവിടുത്തെ തീർത്ഥാടകരായിട്ടുള്ള ആളുകളെയും ആക്രമിച്ചതും പരിക്കേൽപ്പിച്ചതും എങ്കിൽ എന്തുകൊണ്ടാണ് കേസെടുക്കാൻ 4 ദിവസം വൈകിയത്? എന്തുകൊണ്ടാണ് അവർക്ക് നീതി കൊടുക്കാൻ പറ്റാതെ വന്നത്? എന്തുകൊണ്ടാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോലും ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? ഒന്നുകിൽ നിങ്ങൾ പറയണം നിങ്ങളുടെ മോദി ദുർബലനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണെന്ന്, നിങ്ങളുടെ സംഘടന ദുർബലമായിട്ടുള്ള സംഘടനയാണ്.